ഞാൻ പറയാറുണ്ട്, എന്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും, ഇടക്കിടക്കോളോട് ഞാൻ പറയും, ഒന്ന് അങ്ങാടിയിൽ ഞാനിങ്ങനെ തിരക്കിലാവുമ്പോ ഇങ്ങി പോയി ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങണോട്ടോ. വാങ്ങി തിരിച്ച് പുരയിലെത്തുമ്പോ ഞാൻ ഫോൺ വിളിച്ചു നോക്കും, അല്ലേ ഇങ്ങി ചായ അടിച്ചോ? ഇല്ല. എന്ത് എനിക്ക് റോട്ടിന്റെ സൈഡിൽ നിന്ന് ചായ അടിച്ചൂടായിനോ? തോന്നൂല. അത് ഈ പെണ്ണുങ്ങൾക്ക് തോന്നൂല. അതൊരിതാ. റോട്ടിന്റെ സൈഡിലൊക്കെ ഒന്ന് കയറി, ഒരു ഹോട്ടലിലൊക്കെ കയറി, അല്ലെ ഒരു ചെറിയ ചായ മക്കാനി കയറി, ഒരു 10 രൂപന്റെ ചായ, ഒരു 5 രൂപന്റെ കായപ്പൊക്കെ അങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോ അങ്ങനെ പൂതിയായിട്ടേക്കും വന്നിട്ടുണ്ടാകുക. അങ്ങനെ അങ്ങ് പുരക്ക് പോയിട്ടും ഉണ്ടാവും. എന്നാ ഭർത്താവിന്റെ കൂടെ പോയി മൂപ്പര് ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഞാൻ എന്റെ പെണ്ണിന്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോടും പറയാം. പിയാപ്പിളാര് വേക്കൽ കുറച്ചാളുണ്ട്, അതുകൊണ്ട് പറയാ. അധിക ചെലവൊന്നുമില്ല. അതൊക്കെ ഒരു മനോഹര, അതൊക്കെ ഒരു സന്തോഷ. ഓളൊറ്റക്ക് പോകുമ്പോ ഒരു പപ്സിന് ആദ്യം ചിന്തിക്കുന്ന അറിയോ, എല്ലാവർക്കും ചെറിയ പപ്സ് ഏതായിരിക്കും. എന്താ പഠിച്ചോനെ, വലിയനങ്ങാൻ 25 ഉറുപ്പിയാണ്, 25, 12 ചായ 30 പോയി കഥ. അതേ സ്ഥാനത്ത് പിയാപ്പിളണ്ട് എന്ത് ചെയ്യും? മൂപ്പര് പറയാൻ എന്താ പപ്സ്, ഒരു പപ്സ് കൊടുക്കും. അതൊന്നും പോക്കന്റെ ഒരു സമാധാനമായിരിക്കും. പൈസന്റെ അല്ല, എന്നാലും മൂപ്പര് വാങ്ങിത്തരും. ഇതൊക്കെയാ മനുഷ്യരെ ജീവിതം. ഇതൊന്നും ഇല്ലാണ്ട് ദുനിയാവിൽ ഇങ്ങനെ ഉള്ള സിനിമയും കണ്ട് സീരിയലും കണ്ട് നിങ്ങൾ ഓനെ കണ്ടുപഠിക്ക്, ഇനി ഓളെ കണ്ടുപഠിക്ക് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി തിന്ന് കുടിച്ച് ആർക്കോ വേണ്ടി കിടന്നുറങ്ങ. അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഓൻ പള്ളി കുത്തിരുന്ന് ആലോചിക്കുക, ഞാൻ ഓളെ സ്നേഹിച്ചിരുന്നു, ഞാൻ ഓക്കൊരു നല്ല ദിവസം കൊടുത്തിരുന്നു, ഞാൻ ഓളെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചിരുന്നു. ഇനി ഓൻ മരിച്ചാ ഓള് ആലോചിക്കുക, വാപ്പക്ക് ഞാൻ നല്ലൊരു സ്വൈര്യം കൊടുത്തിനോ, അയാളെ ഞാൻ നല്ലോണം സ്നേഹിച്ചിരുന്നു. പിന്നെ ആ ഉരുകലും സങ്കടവുമായിട്ട് നമ്മളും അങ്ങ് പോകും. ജീവിച്ചില്ല. കിട്ടുന്നത് 10 ദിവസമാണെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കും. അതാ റബ്ബ് പറഞ്ഞതും, മക്കളെ നിങ്ങൾ രക്ഷിതാക്കൾക്ക് കാവലാകണം, മാതാപിതാക്കളെ മക്കൾക്ക് നിങ്ങൾ രക്ഷയാവണം. ഇത് രണ്ടും മുൻനിർത്തി ആഹ്റവും സ്വപ്നം കണ്ട മടക്കം ഏറ്റവും സമാധാനത്തോടെയാകും. ആ ഒരു തിരിച്ചറിവിനാകട്ടെ ഈ ഒരു കൂട്ടായ്മ എന്നോർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.